കേരള സർവകലാശാല ആസ്ഥാനത്ത് അനധികൃത ബോർഡുകളും ബാനറുകളും നീക്കാൻ അന്ത്യശാസനം നൽകി VC ഡോക്ടർ മോഹൻ കുന്നുമേൽ. ബോർഡുകളും ബാനറുകളും സ്ഥാപിച്ചവർ 24 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം നീക്കം ചെയ്യണമെന്നാണ് VCയുടെ ഉത്തരവ്. സഹകരിക്കാത്ത സംഘടനകളുടെ ബോർഡുകൾ നീക്കം ചെയ്ത ശേഷം ചെലവായ തുക ഈടാക്കാനും രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. ശാലിനിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാലിനി, എന്തായാലും കടുത്ത ഒരു തീരുമാനമാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ മാത്രം സാഹചര്യമല്ല. കേരളത്തിലെ ക്യാമ്പസുകളിലെല്ലാം ഇങ്ങനെ ഈ ഫ്ലെക്സ് ബോർഡുകളും എല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. അതിൽ പകുതി മുക്കാലും ആൻറ്റി നാഷണൽ സ്വഭാവമുള്ള ഫ്ലെക്സുകളായിരിക്കും. അപ്പോൾ ഇതെല്ലാം എടുത്ത് ദൂരെ കളയാനാണോ ഇപ്പോൾ VC പറയുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം കേരള സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം, പാളയത്ത് ഇരിക്കുന്ന ആസ്ഥാന മന്ദിരത്തും ഒപ്പം തന്നെ കാര്യവട്ടം ക്യാമ്പസിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലടക്കം ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. ഉത്തരവ് ഇറക്കുക മാത്രമല്ല, ഒരു അന്ത്യശാസനം എന്ന രീതിയിലാണ് നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത്. സർവകലാശാല ആസ്ഥാനത്തും ഒപ്പം തന്നെ കാര്യവട്ടം ക്യാമ്പസിന്റെ കോമ്പൗണ്ടിന് ഉള്ളിലും കോമ്പൗണ്ടിലെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളും ചരിത്ര കമാനങ്ങളും ഒക്കെ മറച്ചുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലെക്സുകൾ ഉണ്ട് എങ്കിൽ അത് തീർച്ചയായും 24 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്നുള്ളതാണ് അതാത് സംഘടനകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ആ സംഘടനകൾ അത് നീക്കം ചെയ്തില്ല എങ്കിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് VCയുടെ നേതൃത്വത്തിൽ, രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അത് നീക്കം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ നീക്കം ചെയ്യുന്ന ഫ്ലെക്സുകളുടെ അടക്കമുള്ള ചെലവ് അത് അതാത് സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ ആ വ്യക്തികളിൽ നിന്നോ ഈടാക്കാനാണ് സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ ഒരു നിർണായക ഉത്തരവ് സർവകലാശാല VC കൂടിയായിട്ടുള്ള VC ഡോക്ടർ മോഹൻ കുന്നുമേൽ പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കേരള സർവകലാശാല ആസ്ഥാനത്ത് അടക്കം ഗൗതം പറഞ്ഞതുപോലെ തന്നെ ആന്റി നാഷണൽ സ്വഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ ദേശവിരുദ്ധ ഫ്ലെക്സുകളടക്കം പല രീതിയിൽ പല രൂപത്തിൽ അവിടെ ഉയർന്നിട്ടുണ്ട്. ചില സംഘടനകളുടെ, ഇടത് സംഘടനകളുടെ അടക്കം ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടുള്ള കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും ഒക്കെ അവിടെ മറച്ചു വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് കോളേജിലേക്കും ഒപ്പം തന്നെ ആസ്ഥാന മന്ദിരത്തിലേക്കും ഒക്കെ എത്തുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഈ സ്ഥലം മനസ്സിലാക്കാനും ഇത് എവിടെയാണ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള ചില ബോർഡുകളടക്കം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഫ്ലെക്സുകൾ വെച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് VC കടുത്ത നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ട് സമയം നൽകിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തിനകം ഇത് നീക്കം ചെയ്തില്ല എങ്കിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് സർവകലാശാല VC തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഫ്ലെക്സുകൾ ചില സംഘടനകൾ നീക്കം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും കടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ് കേരള സർവകലാശാലയുടെ VC. കാരണം ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ സർവകലാശാലയുടെ മുറ്റത്ത് നിരത്തി വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനെതിരെ ഉള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ അതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരം ഫ്ലെക്സ് ബോർഡുകളൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞില്ലെങ്കിൽ ഈ ഫ്ലെക്സ് വെച്ച ആളുകളുടെ കയ്യിൽ നിന്ന് തന്നെ പിഴ ഈടാക്കും എന്ന ശക്തമായ നിർദ്ദേശം ഇപ്പോൾ VCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ശാലിനി വിവരങ്ങൾ നൽകുകയായിരുന്നു.